ഹായ് ഓൾ, നമസ്കാരം. മിഡ് ക്യാപ് ഡോക്ടറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിനകത്ത് ഉൾപ്പെടുന്നതല്ല എങ്കിൽ തന്നെയും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മുടെ ഷെയർസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റ് വഴി എങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാം എന്ന് നോക്കാം. അത് നമ്മുടെ പോർട്ട്ഫോളിയോ മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ കുറച്ച് ഫേവറേറ്റ് സ്റ്റോക്സുകൾ കാണും, ഇല്ലേ? കുറെ ഫേവറേറ്റ് സ്റ്റോക്സുകൾ കാണും. ആ സ്റ്റോക്സുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്ര ഹൈ പോയി, എത്ര ലോ വന്നു, അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാ എന്നൊക്കെ നമുക്ക് അറിയാൻ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു 2 ആഴ്ചക്ക് മുന്നേ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു വാച്ച് ലിസ്റ്റ് ആയിരുന്നു ഇതില്ലേ. ഈ വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഇട്ടിരുന്ന ഒരു അതിൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു, ചിലതൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? നമ്മളിത് അന്ന് ചെയ്തു. അപ്പൊ ഇതിനകത്ത് എനിക്കിപ്പോ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലൊന്നും പോയി നോക്കാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ ആ സ്റ്റോക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് എനിക്ക് പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടം നോക്കിയാൽ ഇത് മനസ്സിലാവും. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഏഞ്ചൽ ഫണ്ട് ബുക്ക് ചെയ്ത് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് 25-23% നമുക്ക് അത് കിട്ടി, നമ്മളത് ബുക്ക് ചെയ്തു, അല്ലേ? അതിനുശേഷം പിന്നെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ് ഇത്. ഇതിപ്പം ബന്ധൻ ബാങ്ക് 7% പോയി, അതിൽ കൂടുതൽ പോയായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ചിലതൊക്കെ 6%, 7% ഒക്കെ പോയി. ചില റെയിൻ ഇൻഡസ്ട്രീസ് 15% പോയി, റാഡിക്കോ 20% മേളിൽ പോയായിരുന്നു. അങ്ങനെ കുറെ പോയി. ജസ്റ്റ് ഞാൻ പിന്നെ ഇത് ഞാൻ നോക്കിയില്ല, അത് അങ്ങനെ ഇട്ടേക്കെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കി നമ്മൾ ഈ ഇതിനകത്തിൽ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. 10% മേളിൽ പോയി കഴിഞ്ഞാൽ കളർ വേറെ മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്തത്? അത് മാത്രമല്ല, നമുക്ക് ചിലപ്പം ചിലര് 2-3 ഡിമാറ്റ് ഒക്കെ പിന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം സ്വന്തം പേരിലല്ലാതെ വൈഫിന്റെ പേരിലോ അല്ല അമ്മയുടെ പേരിലോ ഫാദറിന്റെ പേരിലോ ഒക്കെ ഡിമാറ്റ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ എല്ലാം കൂടി ഇത് ക്ലബ് ചെയ്തിട്ട് നമുക്ക് ആ ഷെയർസ് ഇവിടെ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ ഷീറ്റിനകത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിന്റെയും കൂടെ ആ പ്രോഫിറ്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ ഡിമാറ്റ് അക്കൗണ്ട് പോയി ഓപ്പൺ ചെയ്ത് അതിന്റെ പ്രോഫിറ്റ് സ്റ്റാറ്റസ് ഒക്കെ നോക്കേണ്ട കാര്യമില്ല. ഈ ഗൂഗിൾ ഷീറ്റ് ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിനകത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റും. അപ്പം ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ് വഴിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ഷീറ്റ് ഓൾറെഡി നിങ്ങൾ ഗൂഗിളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ ഷീറ്റ് കാണും. ഇവിടെ ഗൂഗിൾ ഷീറ്റ് ഷീറ്റ്സ് ഇതാണ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ബ്ലാങ്ക് ഷീറ്റ്. ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഷീറ്റിൽ ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇത് വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിനകത്തിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്സുകൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സുകൾ ഇതിനകത്തോട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് പിന്നെ നിങ്ങൾ സ്ക്രീനറോട് ഓപ്പൺ ചെയ്ത്. കഴിഞ്ഞ ദിവസം ഞാൻ സ്ക്രീനറിനെ പറ്റി സംസാരിച്ചായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുള്ളവർക്ക് അറിയാം. അപ്പൊ സ്ക്രീനറും കൂടെ നിങ്ങൾ തുറന്നു വെക്കുക അതിനകത്ത്. കാരണം നമുക്ക് ഇതിനകത്തിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ സ്റ്റോക്സിന്റെ സ്ക്രിപ്റ്റ് കോഡ് നമുക്ക് വേണം. അപ്പൊ ആ സ്ക്രിപ്റ്റ് കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനറിനകത്തിനോട് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾ ഗൂഗിൾ ഫിനാൻസും കൂടെ തുറന്നു നോക്കണം. ഗൂഗിൾ ഫിനാൻസ് കിട്ടും. ഗൂഗിൾ ഫിനാൻസ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഫിനാൻസ് ഓക്കെ, ഗൂഗിൾ ഫിനാൻസ് തുറന്നു നോക്കണം. ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഇത് എൻട്രി ചെയ്യുന്നത് എന്ന് നമുക്ക് വരാം. ആദ്യം നമുക്കിപ്പം ഇതിൽ സ്റ്റോക്സ് എൻട്രി ചെയ്യണം. നമുക്കൊരു സ്റ്റോക്സിന് പേര് വേണമല്ലോ. അപ്പം നമുക്കിപ്പം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, ഇത് വന്നു. ഓക്കെ, ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ സ്ക്രിപ്റ്റ് കോഡാണ് ഈ കാണുന്നത്. ഓക്കെ, BSEയിലെ നമ്പറാണ് ഞാൻ പറഞ്ഞിരുന്നു. NSEയിലാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് കോപ്പി ചെയ്ത് നമ്മൾ
ടാറ്റ മോട്ടോഴ്സ് നമ്മൾ കോപ്പിയിലെ ടൈപ്പ് ചെയ്യുക, കോപ്പി എന്തെങ്കിലും ചെയ്യുക, കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ പോവാം. ഓക്കെ, ഇതിനകത്തിൽ പോയിട്ട് നമുക്ക് ആദ്യം നമ്മളത് പേസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഡേ, ഓക്കെ, ഫസ്റ്റ് ഡേ നമുക്ക് ഡേറ്റ് ഇട്ടേക്കാം. അതിന് മുന്നേ ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം കുറെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ആവശ്യം എന്നുള്ളത് നമുക്ക് ആദ്യം നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ച ഡേറ്റ് ഇല്ലേ, അത് നമ്മൾ ഡേറ്റ് ഇടുന്നു. രണ്ടാമത് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് കോഡ് അല്ലെ, സ്റ്റോക്കിന്റെ നെയിം സ്ക്രിപ്റ്റ് അല്ലേ. ഓക്കെ, ആ സ്ക്രിപ്റ്റ് കോഡ് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഷെയർസിന്റെ നെയിം വരും. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഷെയർ നെയിം അല്ലെ, സ്റ്റോക്ക് നെയിം, ഓക്കെ. അടുത്തത് കറണ്ട് പ്രൈസ്, CMP. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇനി നമ്മൾ അപ്പൊ ഡേറ്റ് നമുക്ക് ഇന്നത്തെ ഡേറ്റ് തന്നെ, ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ എത്ര, ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 13 സെപ്റ്റംബർ 2024. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് നമ്മൾ അടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി ഈ സ്റ്റോക്കിന്റെ നെയിം വേണം, ഇതിന്റെ കറണ്ട് പ്രൈസ് വേണം. ഈ സ്റ്റോക്കിന്റെ നെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരണം. നമ്മൾ ഇവിടെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ സംഭവം വരണം ഇല്ലേ, ഇതാ നമ്മുടെ ആവശ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽസ് അടിക്കുക. നമ്മൾ എക്സൽ ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ ഫിനാൻസ് ഒക്കെ ഉണ്ടോ, ഗൂഗിൾ ഫിനാൻസ് വന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഓക്കെ, ഇനി നമുക്ക് എന്തോ വേണ്ട? ഈ സ്റ്റോക്കിന്റെ നെയിം വേണം ഇല്ലേ. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഫിനാൻസിൽ പോയിട്ട് അവിടെ ഒരു സംഭവം ഉണ്ട്, അതായത് നമുക്ക് പ്രൈസ് അല്ല, നെയിം നമുക്ക് വേണം. ഓക്കെ, നെയിം എവിടെ? ഈ ഗൂഗിൾ ഫിനാൻസിൽ നമുക്ക് കുറേ സംഭവങ്ങൾ ഉണ്ട്. എന്തൊക്കെ നമുക്ക് ആവശ്യം ഉണ്ട് എന്നുള്ളതിന്റെ ആ ഫോർമുല അവിടെ കിടപ്പുണ്ട് ഗൂഗിൾ ഫിനാൻസിൽ. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ പ്രൈസ് ഉണ്ട്, പ്രൈസ് ഓപ്പൺ, ഹൈ, ലോയ്, വോളിയം, മാർക്കറ്റ് ക്യാപ്പ്, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, ആ സ്റ്റോക്കിന്റെ സ്ക്രിപ്റ്റിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡേറ്റയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഇവിടെ എവിടെയുണ്ട്? നമ്മുടെ ഈ ഗൂഗിൾ ഫിനാൻസിലുണ്ട്. ആ ഡേറ്റ മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ, ആ ഫോർമുല മാത്രം അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഞാനത് വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തുടർന്ന് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് നെയിം ആണ് വേണ്ടത് അല്ലേ, നെയിം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത് ഇവിടെ? ഓക്കെ, നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് ഇത് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈക്വൽ അടിക്കുക, ഗൂഗിൾ ഫിനാൻസ് അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഏതിന്റെ ഡേറ്റ വേണ്ടേ? ഈ സ്ക്രിപ്റ്റിന്റെ ഡേറ്റ വേണ്ട ഇല്ലേ. അപ്പൊ ആ സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, B2. ഓക്കെ, കോമ. ഇനി നമുക്ക് എന്താ വേണ്ടേ? പ്രൈസ് വേണം അല്ലേ. ഇൻവെർട്ടർ കോമയ്ക്കകത്തില് പ്രൈസ് അല്ലല്ലോ, നെയിം നമുക്ക് വേണ്ടേ, നെയിം. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ. ഇതാ വന്ന് കണ്ടോ, ടാറ്റ മോട്ടോഴ്സ് കണ്ടോ, കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ സ്ക്രിപ്റ്റ് കോഡ് ടാറ്റ മോട്ടോഴ്സിന്റെ പേര്. ഇനി നമുക്ക് എന്ത് വേണ്ടേ? പ്രൈസ് വേണം. പ്രൈസിന് എന്ത് ചെയ്യേണ്ടത്? ഈക്വൽ അടിക്കുക, ഗൂഗിൾ ഫിനാൻസ്, ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഏതിന്റെ ഡേറ്റ വേണ്ടേ? ഈ ഡേറ്റ വേണ്ടേ അല്ലേ. ഇതിന് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുക, B2. നമുക്ക് ഏത് സ്ക്രിപ്റ്റ് ആണോ ആ സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, കോമ. നമുക്ക് ഇനി എന്താ വേണ്ടേ? ഇൻവെർട്ടർ കോമയ്ക്കകത്തിൽ എന്താണോ ഡേറ്റ വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്? പ്രൈസാണ് വേണ്ടത് ഇല്ലേ. അത് ഗൂഗിൾ ഫിനാൻസിൽ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും കൂടെ കിടപ്പുണ്ട് കേട്ടോ. പ്രൈസ് ഓപ്പൺ, ഹൈ, ലോയ്, വോളിയം, അല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. എന്തോ വേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇവിടെ നോക്കി ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് വേണ്ടത് പ്രൈസ്, ഇൻവെർട്ടർ കോമ ക്ലോസ്, ബ്രാക്കറ്റ് ക്ലോസ്, എന്റർ. കണ്ടോ, ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോഴത്തെ പ്രൈസ് 991 ആണ്. മനസ്സിലായി? ഇനി നമുക്ക് ഇതിന്റെ 52 വീക്ക് ഹൈ ആ വേണ്ടെന്ന് വിചാരിച്ചോ. അല്ല, ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ്,
ഇന്നിപ്പോൾ നമുക്ക് ഓപ്പൺ പ്രൈസാണ് വേണ്ടത്. ഇന്ന് ഏത് പ്രൈസിലാണ് ഇത് ഓപ്പൺ ആയത് നമുക്കറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽസ് ഗൂഗിൾ ഫിനാൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഈ ടാറ്റ മോട്ടോഴ്സ് ആണ് നമ്മുടെ സ്ക്രിപ്റ്റ്. അത് സെലക്ട് ചെയ്തു. കോമ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമുക്ക് എന്താ വേണ്ടേ? ഓപ്പൺ പ്രൈസ്. ഓപ്പൺ ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, എൻ്റർ അടിച്ചപ്പം എന്ത് വന്നു? എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓപ്പൺ എന്താ? നമുക്കിപ്പോൾ ഇവിടെ പോയി നോക്കാം എന്താ സംഭവിച്ചത്, ഇവിടെ എന്താ വേണ്ടെന്ന്. പ്രൈസ് ഓപ്പൺ എന്ന് അടിക്കണം കേട്ടോ, പ്രൈസ് ഓപ്പൺ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. അതായത് ആ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഓക്കെ, പ്രൈസ് ഓപ്പൺ എന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം? പ്രൈസ് ഓപ്പൺ. പ്രൈസ് ഓപ്പൺ ഒരു നോക്കാം. ഉണ്ടോ? 994 90 എന്ത് ചെയ്തേ? ഇത് ഇന്ന് ഓപ്പൺ ആയത്. മനസ്സിലായോ? ഇനി ക്ലോസിംഗ് പ്രൈസ് ഓൾറെഡി കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും ക്ലോസിംഗ് പ്രൈസ്. എന്നാലും നമുക്ക് ചുമ്മാ അടിച്ചു കൊടുത്ത് നോക്കാം. ക്ലോസ് പ്രൈസ്, ക്ലോസിംഗ് വേണ്ട. ഓക്കെ, ക്ലോസിംഗ് ഓൾറെഡി നമുക്ക് ഇവിടെ അറിയാമല്ലോ. അപ്പൊ നമുക്ക് പിന്നെ ഇനി നമുക്ക് ഇതിനെ പറ്റി എന്താ അറിയണ്ടേ? ഇനി അപ്പോൾ നമുക്ക് ഇന്നത്തെ വോളിയം അല്ലെങ്കിൽ ഈ ഫിനാൻസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ്, ട്രേഡിംഗ് ടൈം, വോളിയം, PEPS ഒന്നും വേണ്ട. ഓക്കെ, ഹൈ 52. നമുക്ക് ഇത് നോക്കാം. ഹൈ എത്രയാണ് ഇതിന്റെ 52 ഹൈ എത്രയാണ്, 52 ലോ എത്രയാണ്, അത് നമുക്ക് വേണം അല്ലേ? 52 നോക്കാം. 52 ഹൈ എത്ര വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം 52 ഹൈ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം? ഇവിടെ അടിച്ചു കൊടുക്കുക. ഗൂഗിൾ ഫിനാൻസ് അടിച്ചു കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഏതിന്റെ വേണ്ടത്? ടാറ്റ മോട്ടോഴ്സ് B2. അത് നമുക്ക് വേണം. ഏതിന്റെ സ്ക്രിപ്റ്റ് ആണ് വേണ്ടത്? ക്ലിക്ക് ചെയ്യുക. കോമ നമ്മൾ അവിടെ കോപ്പി ചെയ്ത സാധനം അല്ലേ, ആ കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, എൻ്റർ അടിക്കുക. എത്രയാണ് 52 വീക്ക് ഹൈ? 1179 ആണ് 52 വീക്ക് ഹൈ. ഇനി 52 വീക്ക് ലോ നമുക്ക് നോക്കാം. 52 വീക്ക് ലോ നമുക്ക് അവിടെ തന്നെ പോയിട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, 52 ലോ 52 കണ്ടോ? ഇത് കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽസ് ഗൂഗിൾ ഫിനാൻസ് B2. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടേ? കോമ നമ്മുടെ കോപ്പി ചെയ്ത് ലോ 52 പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. 52 വീക്ക് ലോ എത്ര? 608.3. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒറ്റ ഒരെണ്ണം നമ്മൾ ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് ബാക്കി നമുക്ക് താഴോട്ട് കോപ്പി ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയില്ലേ? കറണ്ട് പ്രൈസ് കിട്ടി, ഓപ്പൺ പ്രൈസ് കിട്ടി, 52 വീക്ക് ആയി, 52 വീക്കിലാക്കി. നിങ്ങൾക്ക് ഇനി എന്ത് വേണം? വോളിയം വേണം. വോളിയം ഇതിനകത്തിൽ എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങളെല്ലാം കിട്ടും നിങ്ങൾക്ക്. ഇവിടെ നോക്കിക്കേ, പ്രൈസ് ഓപ്പൺ, ഹൈ, ലോ, വോളിയം, മാർക്കറ്റ് ക്യാപ്പ്, ട്രേഡ് ടൈം, ഡേറ്റ ഡിലേ, വോളിയം, എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഓപ്പൺ പ്രൈസ് എല്ലാം കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. നിങ്ങൾക്ക് ഇവിടെ എന്തോ ആവശ്യമുള്ളത് അതെല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എല്ലാം ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. ഓക്കെ, അതെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി. ബാക്കി നമുക്ക് മുഴുവൻ കോപ്പി ചെയ്യാൻ പറ്റും. ഇനിയിപ്പം അടുത്ത നമുക്ക് ഇനിയിപ്പം നമുക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് എന്താ TCS. ഈ TCS ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഈ TCS അടിക്കുമ്പോൾ ചിലപ്പോൾ റോങ് ഇൻഫർമേഷൻ ആയിരിക്കും വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ TCS നമ്മൾ സ്ക്രിപ്റ്റ് കോഡ് നമ്മൾ അടിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ കോപ്പി ചെയ്യണം. ഇതിങ്ങോട്ട് വെച്ചിട്ട് കോപ്പി ചെയ്യുക. TCS അടിച്ചത് ഇവിടെ കണ്ടെയ്നർ സ്റ്റോർ ഗ്രൂപ്പ് എന്നുണ്ട്. ഇതൊരു അമേരിക്കൻ കമ്പനി ഉള്ള സ്റ്റോർ. US സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഈ TCS എന്ന പേരിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ TCS അടിക്കുമ്പോൾ അവിടുത്തെ ഗൂഗിൾ ഫിനാൻസ് ഇപ്പോൾ ലോകം മുഴുവനുള്ള സ്റ്റോക്സിന്റെ ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സ്ക്രിപ്റ്റ് അടിക്കുമ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും പ്രിഫറൻസ്. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഈ TCSന്റെ ഫ്രണ്ടില് ഓക്കെ NSC അടിച്ചു NSC : അടിച്ചു കൊടുക്കുക.
NSE കോളൻ അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമ്മുടെ സാധനം വരും. കണ്ടോ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇങ്ങനെ എന്തെങ്കിലും റോങ് ഇൻഫർമേഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ, ആ സ്ക്രിപ്റ്റിന്റെ ഫ്രണ്ടിൽ NSE കോളൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആ പ്രൈസ് വരും കേട്ടോ. TCSന്റെ കറണ്ട് പ്രൈസ് 4521, ഓപ്പൺ ഇന്ന് 4530 ഓപ്പൺ ആയത്. 52 വീക്ക് 4592 52 വീക്ക് ഹൈ, ലോയെ 3311. മനസ്സിലായോ പറഞ്ഞ? ഇതുപോലെ നമുക്ക് എത്ര ഇനി ഒറ്റ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് താഴോട്ട് കോപ്പി ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. ഇപ്പൊ നമുക്ക് അടുത്ത് നോക്കാം, എന്താ വേണ്ടത്, HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്. ഓക്കെ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. ഇതും അതുപോലെ തന്നെ എന്തോ ഹാലിബ്യൂവേഷൻ കമ്പനി, അത് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, NSE അടിച്ചു കൊടുക്കണം. NSE കോളൻ ഉണ്ടോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് നോക്കാം, റിലയൻസ് അടിച്ചു നോക്കാം, എന്താ വരുന്നത്. കണ്ടോ, റിലയൻസ് ഇൻഡസ്ട്രീസ് കണ്ടോ. ഇനി നമുക്ക് വേറെ സ്റ്റോക്ക് അടിച്ചു കൊടുക്കാം, IEX. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് അറിയത്തില്ല, ചിലപ്പം സ്ക്രിപ്റ്റ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇപ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അടിച്ച് അവിടെ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീനറി പോകണം, എന്നിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അടിച്ചു കൊടുക്കണം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതിന്റെ ഇത് നോക്കിയ സ്ക്രിപ്റ്റ് കോഡ് നോക്കിയ കണ്ടോ, ഹിന്ദി യൂണിലിവർ എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ, അതിന് സ്ക്രിപ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കാരണം സ്ക്രിപ്റ്റ് അറിയത്തില്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക, അപ്പം കറക്റ്റ് ആയിട്ട് ഫോണ്ട് കറക്റ്റായിട്ട് വരും. ഓക്കെ, എന്നിട്ട് അവിടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അടിച്ചു കൊടുത്താൽ അവിടെ വരത്തില്ല. അതേസമയം ഈ സ്ക്രിപ്റ്റ് അടിച്ചെങ്കിലേ ഇത് വരത്തുള്ളൂ. കണ്ടോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ വന്നു. കണ്ടോ, പ്രൈസ് ഇതാണ്, ഓപ്പൺ പ്രൈസ് ഇതാണ്, 52 വീക്ക് ഹൈ, 2 വീക്ക് ലോ. മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറിയാൻ പറ്റും. ഇനിയിപ്പോ ഞാനൊരു ഫോം ചെയ്തേക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ ഇതുപോലെ നമുക്ക് എന്ത്, ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് തന്ന വാച്ച് ലിസ്റ്റ് കണ്ടോ, ഭാരതി ഇൻഡസ്ട്രീസ്, അതിന്റെ CB പ്രൈസ് ആണ്. 16 ഓഗസ്റ്റ് ഞാൻ മേടിച്ച പ്രൈസ് ഇതാണ്. ഇത് നമുക്ക് ഇനി നമ്മുടെ ഡേറ്റയുടെ വെച്ച് നമുക്ക് ക്ലബ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ വഴിയെ കാണിച്ചു തരാം. ഇത് ഞാൻ 16-ാം തീയതി നമ്മൾ ഈ പ്രൈസിനാണ് വാങ്ങിച്ചത്. നഷ്ടം, ഗെയിൻ, ലാഭം അല്ല നഷ്ടം എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. അത് ഒരു സാമ്പിൾ ഷീറ്റ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തിൽ നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ ഒരു സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഡേറ്റയാണ്, എന്റെ സ്വന്തം ഒരു ഡേറ്റയാണ്, ഞാൻ കീപ്പ് ചെയ്ത ഒരു ഡേറ്റയുടെ ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇടാം. നിങ്ങളിപ്പോൾ ആദ്യം ഞാൻ ഹെഡിങ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡേറ്റ് ഇടാം, കോഡ് അല്ല സ്ക്രിപ്റ്റ് കോഡ്. ഓക്കെ, അടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് നെയിം വരും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, നെയിം അടിച്ചു കൊടുത്ത്, നെയിം ഗൂഗിൾ ഫിനാൻസുമായിട്ട് ക്ലബ് ചെയ്തേക്കുന്നുണ്ട്. നെയിം ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട, പ്രൈസും നമ്മൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട. രണ്ടാമത് ബൈ പ്രൈസ്, ഈ ഒരു കോളത്തിൽ നമുക്ക് ബൈ പ്രൈസ്, നമ്മൾ മേടിച്ച പ്രൈസ് നമുക്കിവിടെ എഴുതി വെക്കാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് വെക്കാം, നമ്മൾ മേടിച്ച പ്രൈസ്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക, ഡേറ്റ്, കോഡ്, നെയിം, CMB, ബൈ പ്രൈസ്, മേടിച്ച ക്വാണ്ടിറ്റി, ടോട്ടൽ എമൗണ്ട്, ഡിഫറൻറ്റ്, ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ടോട്ടൽ എമൗണ്ട്, എത്ര ഡിഫറൻസ്, അതായത് മേടിച്ച പ്രൈസും ഈ കറണ്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു ഷെയറിന്റെ ഡിഫറൻസ് എത്രയാണ്, ടോട്ടൽ PL അങ്ങനെ ആകുമ്പോൾ എത്ര വരും, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന് വരും, അതിന്റെ പെർസെൻറ്റേജ്. ഇത് നമ്മൾ ഗൂഗിൾ ഫിനാൻസോട്ട് ക്ലബ് ചെയ്തത്, അതായത് ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ്, ഇന്നത്തെ ലോ പ്രൈസ്, 52 വീക്ക് ലോ പ്രൈസ്, ഹൈ പ്രൈസ്, പിന്നെ 52 വീക്ക് ഹൈ. ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ 52 വീക്ക് ലോ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ 52 വീക്ക് ഹൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ടാർഗറ്റ് പ്രൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടിനെ നോക്കിയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇത്ര സംഭവങ്ങളാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതോടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പുതിയ ഷീറ്റിനകത്ത്, അപ്പൊ ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അല്ല വേണ്ട, ഇവിടെ തന്നെ കാണിച്ചു തരാം. എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്, പുതിയ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് BEL കോഡാണ് മേടിച്ചത്, NSE.BEL. ഓക്കെ, അത് ഭാരത് ഇലക്ട്രോണിക്സ് വന്നു, 290 ഇതിന്റെ പ്രൈസ്. ഇത് ഓൾറെഡി നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ. ഇനി ഇത് നമ്മൾ മേടിച്ച പ്രൈസ് 185 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിച്ചത്. എത്രയാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് ആ പ്രൈസ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിച്ചു.
ഓക്കെ, ആ ക്വാണ്ടിറ്റി നമ്മളൊരു കോളത്തിൽ ഇതൊക്കെ നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ട സാധനങ്ങൾ. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരും, കാരണം സ്ക്രിപ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിൾ ഫിനാൻസ് വഴി ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മുടെ ബൈ പ്രൈസ് നമ്മൾ മേടിച്ച പ്രൈസ് നമ്മൾ അടിച്ചു കൊടുക്കണം, ക്വാണ്ടിറ്റി നമ്മൾ എഴുതി കൊടുക്കണം. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അതാണ് ഇത് കണ്ടാണ് E2 ഇൻറ്റു F2 ഇത് അടിച്ചാൽ മതി. ബൈ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് ടോട്ടൽ എമൗണ്ട്. പിന്നെ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തുവാ? അതായത് വിറ്റ വിലയിൽ നിന്ന് മേടിച്ച വില കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഡിഫറൻസ്. അതായത് വിറ്റ വില എന്ന് പറയുന്നത് കറണ്ട് പ്രൈസ് ആണ് വിറ്റ വില, അല്ലെങ്കിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വില അത് 290. നമ്മൾ മേടിച്ച പ്രൈസ് ബൈ പ്രൈസ്. അപ്പൊ വിറ്റ വിലയിൽ നിന്ന് ഇത് ഇപ്പൊ നമ്മൾ വിൽക്കുവോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈസ്. ഈ വിറ്റ വിലയിൽ നിന്ന് അല്ല ഈ വിലക്കകത്ത് നിന്ന് കറണ്ട് പ്രൈസിനകത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ച പ്രൈസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഡിഫറൻസ്. ഓക്കെ, അത് നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഇനി PL എങ്ങനെ കണക്ക് കൂട്ടുന്നത്? ഈ ഡിഫറൻറ്റിനെ എത്രയാണ് ഒരു ഷെയറിന്റെ ഡിഫറൻറ്റ്, ആ ഡിഫറൻറ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ PL കിട്ടും, ഇല്ലേ? ആ PL പെർസെൻറ്റേജ് കണക്കാക്കുന്നത് എങ്ങനെ? PL പെർസെൻറ്റേജ് കണക്കാക്കുന്നത് നമുക്ക് കിട്ടിയ ലാഭത്തിനെ, ആ കറണ്ട് പ്രൈസ് ഇപ്പോൾ കിട്ടിയ ലാഭത്തിനെ നമ്മൾ വാങ്ങിച്ച വില കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ശരിയല്ലേ? ഡിഫറൻറ്റിനെ നമ്മൾ ഒരു പ്രൈസിന്റെ ഡിഫറൻസ് അല്ലെ ലാഭം അല്ല നഷ്ടമാണ് ഈ കാണുന്നത്. ഓക്കെ, അത് H2. ടോട്ടൽ വേണ്ട, ഇവിടെ ഒറ്റ എണ്ണത്തിന് വേണ്ട, ഒരെണ്ണം കണക്ക് കൂട്ടണം. ഈ PL കൂട്ടിയാൽ മതി. ഈ PL നമുക്ക് എത്രയാണ് PL? ആ PL എങ്ങനെ വരുന്നത്? ടോട്ടൽ ഒരു ഷെയറിന്റെ ഡിഫറൻസ് ഇൻറ്റു ക്വാണ്ടിറ്റി, ഇല്ലേ? ഇവിടെ ഒരു ഷെയറിന്റെ ലാഭം അല്ല നഷ്ടമാണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞ് കാണുന്നത്. ഇതിനെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ PL കിട്ടുന്നത്, ഇല്ലേ? ഇനി നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഈ PL-നെ എന്തുകൊണ്ട് ഗുണിക്കണം? നമുക്ക് എത്ര പ്രൈസ് ആണോ, അതായത് G2 എവിടെയാ? ടോട്ടൽ എമൗണ്ട്. നമുക്ക് എത്ര പൈസയാണ് നമ്മൾ ചെലവാക്കിയത്? ഓക്കെ, ആ നമ്മുടെ ലാഭത്തിനെ നമ്മൾ എത്ര പൈസയാണ് ചെലവാക്കിയത്, ആ ചെലവാക്കിയ പൈസ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർസെൻറ്റേജ്. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞേ? അതിനുശേഷം ഇത് നമ്മുടെ ഗൂഗിൾ ഫിനാൻസോട് ക്ലബ് ചെയ്തുണ്ടാക്കേണ്ടതാണ്. ഇത് ഓപ്പൺ പ്രൈസ്, ഇന്ന് എത്രയാണ് ഓപ്പൺ ചെയ്തത്, ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവൂ. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ്, ഈ സ്റ്റോക്കിന്റെ ഇന്നത്തെ ഓപ്പൺ പ്രൈസ് 293 ആയിരുന്നു, ഇല്ലേ? ക്ലോസ് ചെയ്തിരിക്കുന്നത് 290. ഓക്കെ, ലോ പോയത് 289. അത് നമ്മൾ ഗൂഗിൾ ഫിനാൻസ് വഴി ചെയ്യേണ്ടതാണ്. പിന്നെ ഇന്ന് ഹൈ എത്രയാണ് പോയത്? 294 ഇന്ന് ഹൈ പോയി. 52 വീക്ക് ഹൈ എത്രയാണ്? 340. ഓക്കെ, ടാർഗറ്റ് പ്രൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് പ്രൈസ് അടിച്ചു കൊടുത്ത് മാനുവൽ അടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സാമ്പിൾ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിന്റെ സാമ്പിൾ ഷീറ്റ് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് ചോദിച്ചാൽ മതി, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് ഒരു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പോസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഇതുപോലെ നിങ്ങളുടെ ഗൂഗിൾ ഫിനാൻസിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫോർമുല അതുപോലെ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഓരോരുത്തർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിത് വേണമെങ്കിൽ ഞാനിവിടെ ഓരോരുത്തർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കറക്റ്റായിട്ട് കാണാം. ഇതിന്റെ ആ പിന്നെ ഫോർമുല. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? E2 ഇൻറ്റു F2. ഓക്കെ, അതുപോലെ ഡിഫറൻസ് എങ്ങനെയാണ്? D2 മൈനസ് E2. ഓക്കെ, PL എങ്ങനെയാണ്? H2 ഇൻറ്റു F2. ഓക്കെ, പെർസെൻറ്റേജ് എങ്ങനെയാണ്? I2 ഇൻറ്റു G2 ചെയ്തിട്ട് നിങ്ങൾ ഈ പെർസെൻറ്റേജ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പെർസെൻറ്റേജ് വരും. ഓക്കെ, പിന്നെ ഓപ്പൺ ഇത് ഗൂഗിൾ ഫിനാൻസ് വഴിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് കാരണം വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ ഇതിൽ ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഇന്നതിൽ എങ്ങനെയാണ് നമ്മൾ കളർ പെട്ടെന്ന് നമുക്ക് നോക്കിയ പ്രോഫിറ്റ് എവിടെ ലോസ് എവിടെ എന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരെണ്ണം മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും. ഇതിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ TCS അടിച്ചില്ലേ? ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓക്കെ TCS നമ്മൾ അടിച്ചു, ഇത് വന്നു. ഓക്കെ, ഇത് വേണ്ട. ഓക്കെ, അതും വിട്ടാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് NSE TCS മാത്രം അടിച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം എല്ലാം അടിച്ചു വെച്ചിട്ട് അവസാനം നമ്മൾ താഴോട്ട് വലിച്ചാൽ മാത്രം മതി. അതായത്
പിന്നെ TCS. ഇപ്പം വേറെ കൂടെ നമുക്ക് നോക്കാം, റിലയൻസ്. ഓക്കെ, റിലയൻസ് അടിച്ചു. ഓക്കെ, ഇനിയിപ്പം വേറെ IEX. ഓക്കെ, പിന്നെ വേറെ ഏതാ, BDL. ഞാൻ ചുമ്മാ അടിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സ്റ്റോക്കുകളെല്ലാം നമ്മൾ അടിച്ചു. അതിന് ശേഷം ഇതിങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ഇതിങ്ങനെ വലിച്ചാൽ മതി താഴോട്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വന്നു ഇല്ലേ. IEXന് IDX കോർപ്പറേഷനാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് വേറെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ NSE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. NSE:. ഓക്കെ, ഇവിടെ അതുപോലെ BDLന് വേറെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കണം കേട്ടോ, ഇവിടെയാണ് വന്നേക്കുന്നതെന്ന്. ഓക്കെ, NSE:. ഓക്കെ, ഉണ്ടോ ഭാരത് ഡൈനാമോ. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ വന്നു. ഇനി നമുക്ക് എങ്ങനെ, ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ടത് ലോസ് എവിടെ, പ്രോഫിറ്റ് എവിടെ, ഏതുള്ളത്. ഈ 2 കോളത്തിലാണല്ലോ നമുക്ക് പ്രോഫിറ്റ് ലോസും അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ഇത് 2 സെലക്ട് ചെയ്തു അല്ലേ. സെലക്ട് ചെയ്തിട്ട് ഇവിടെ വേണ്ട, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി വേണ്ട, ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങളിവിടെ ഓരോന്ന് ചെയ്താൽ മതി. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വരുമ്പോൾ ഇതിനകത്തിൽ ഏത് കോളം മുതലാണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ H1 ആണ്. H1 എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഹെഡിങ് H2 ആക്കി കൊടുക്കാം. H2. ഓക്കെ, അത് മുതൽ എത്ര താഴോട്ട് എന്തുമാത്രം വേണം. ഇപ്പോൾ ഇതിപ്പം 19 ഒരു 50 വരെ കൊടുത്തു. ഇപ്പോൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു 50 വരെ കൊടുത്താൽ മതി. H50. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇത് ഇത്രയും കോളത്തിലുള്ള കാര്യത്തിനാണ് നമുക്ക് അറിയേണ്ടത് ഡേറ്റ. ഓക്കെ, ഇനി അടുത്ത റൂൾസാണ്. റൂൾസ് എന്തുവാ ഇതിനകത്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് എബവ് 0 ആണെങ്കിൽ ഗ്രീൻ വരണം ഇല്ലേ. അപ്പം ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഗ്രേറ്റർ ദാൻ നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ 0ക്ക് മേളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈറ്റ് കാണണം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇവിടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 അടിച്ചു. അപ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് ഉള്ളത് ഇവിടെ വന്നു. നമുക്ക് ഇവിടെ ഓൾറെഡി പ്രിഫിക്സ് ഗ്രീൻ ഇവിടെ ഓൾറെഡി ഡിഫോൾട്ട് കിടക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഈ ഗ്രീൻ കൊടുക്കാം. വന്നു. ഓക്കെ, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ കണ്ടോ, അപ്പം നമ്മുടെ പോസിറ്റീവ് ഉള്ളതെല്ലാം, ലാഭമുള്ളതെല്ലാം ഗ്രീനിൽ വന്നു, നഷ്ടമുള്ളതെല്ലാം ബ്ലാങ്ക്. ഇത് നഷ്ടമുള്ളത് റെഡ് ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് അനദർ റൂൾസ്, ഇവിടെ ഇത് ആഡ് അനദർ റൂൾസ് ഞെക്കുക. അല്ലെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ പോയിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ഫോർമാറ്റിങ് ചെക്കുക, ആഡ് അനദർ റൂൾ വരും. അതിനകത്ത് ഇതുപോലെ തന്നെ H2, H50. ഓക്കെ, എന്തുവാ വേണ്ടേ, ബിലോ 0 അല്ലേ. ഗ്രേറ്റർ ദാൻ ആയി. ഇനി അടുത്ത ലെസ് ദാൻ നമുക്ക് എന്താ വേണം, 0. ഓക്കെ, ഇനി കളർ മാറ്റണം. എന്ത് കളർ വേണം, ചെറിയൊരു ലൈറ്റ് റെഡ്. ഇത് കടും റെഡായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ചെറിയ ലൈറ്റ് റെഡ് കൊടുക്കും. ഓക്കെ, ഡൺ. കണ്ടോ, അപ്പം 0ക്ക് താഴെ പോയത്. ഇനി നിങ്ങൾക്ക് വേറെ റൂൾസ് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഓക്കെ, ഇനിയിപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇത് PL. ഓക്കെ, ഇത് PL ഉണ്ട്, ഇത് പെർസെൻറ്റേജ് ഉണ്ട്. ഇത് ഡിഫറൻസ് ആയി. ഇതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതേ റൂൾ തന്നെ കൊടുക്കാം നമുക്ക്. കണ്ടീഷൻ ഫോർമാറ്റിങ്, I2, I50 സേവ് ചെയ്ത് ഇത് കോപ്പി ചെയ്ത് വെച്ചോ. അപ്പം നിങ്ങൾക്ക് എളുപ്പം അടുത്ത പ്രാവശ്യം എന്ത് വേണം, ഇത് ഇല്ല ഗ്രേറ്റർ ദാൻ 0, ഇത് ഗ്രീന്. ഓക്കെ, അത് അതുപോലെ വന്നു. ആഡ് അനദർ റൂള് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുക. അത് വെറുതെ എൻ്റെ ഇതായിപ്പോയി. I2, I50 റൂൾസ് എന്താ വേണ്ടേ, ലെസ് ദാൻ 0. ഇവിടെ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കൊടുത്തു അല്ലേ, ലൈറ്റ് റെഡ് കൊടുത്തു. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ
കൊടുക്കുക. കണ്ടീഷൻ ഫോർമാറ്റിങ് J2 J50 കൊടുത്തു. ഗ്രേറ്റർ ദാൻ 0. എന്നിട്ട് കളർ കൊടുത്തു. അപ്ലൈ ആഡ് അനദർ റൂള്. J50 less than 0. ഇത് നമ്മുടെ ലൈറ്റ് ഗ്രീൻ, ഇതല്ലേ ഇവിടുത്തെ. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയായി. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യും. ഇനിയിപ്പോൾ നോക്കുക, നിങ്ങൾ 5% മുകളിലുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡിഫറൻറ്റ് കളർ കൊടുക്കാൻ പറ്റും. ഞാനിങ്ങനെ പറയുമ്പോൾ വീഡിയോയുടെ നീളം കൂടിപ്പോവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ ഫോർമുല നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഇപ്പോൾ കണ്ടീഷൻ ഫോർമുല ഞാൻ കാണിച്ചില്ലോ, ഗ്രീനും റെഡും ഞാൻ കാണിച്ചു തന്നല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമുല നിങ്ങൾക്ക് ഇവിടെ പരീക്ഷിക്കാം, ഇഷ്ടമുള്ള കളറും കൊടുക്കാം. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും നിങ്ങൾ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിൽ കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ സീരീസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാൻ. എൻ്റെ ഈ വീഡിയോയുടെ അവസാനം പ്രൈസ് ആക്ഷൻ്റെ എൻ്റെ സ്ക്രീൻ ഞാൻ വെച്ചേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഇതുപോലെ ഉപകാരപ്രദമായ പല വീഡിയോകളും ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഇതൊക്കെ ഗുണകരമാക്കി ട്രേഡിംഗ് ലൈഫ് വിജയകരമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.